ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി. മന്ത്രിയെ തടയുന്നതടക്കമുള്ള മിന്നൽ സമരത്തിനൊരുങ്ങി മുസ്ലിം യൂത്ത് ലീഗ്. അതേസമയം മന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ ഡിവൈഎഫ്ഐയും രംഗത്തെത്തുന്നതോടെ കേരളം സമര പ്രക്ഷുബ്ധമാകും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് KM ചെയ്യുന്നുണ്ട്. റിയാസ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായുള്ള പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആതിര. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ. പ്രത്യേകിച്ച് ഇന്ന് പാലക്കാടാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉള്ളത്. ഇന്നലെ രാത്രിയോടുകൂടി അവർ പാലക്കാടേക്ക് വരുന്ന വഴിയിൽ ഇന്ന് പുലർച്ചെ 12:15 കണ്ണാടി കാഴ്ചപ്പറമ്പിൽ വെച്ച്, പാലക്കാട് കണ്ണാടിയിലെ കാഴ്ചപ്പറമ്പിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുന്ന ദൃശ്യമാണ് അല്പം മുൻപ് നമ്മൾ കണ്ടത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം വളരെ ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. ഒപ്പം തന്നെ യൂത്ത് ലീഗും ഇത്തരത്തിലുള്ള ഒരു മിന്നൽ സമരത്തിനായി ഒരുങ്ങുകയാണ്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധം തുടരും. അതിന്റെ ഭാഗമായി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഒരു ശക്തമായ മാർച്ച്, ആരോഗ്യരംഗത്തെ അനാസ്ഥയ്ക്കെതിരെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടെല്ലാം തന്നെ ശക്തമായൊരു കളക്ടറേറ്റ് മാർച്ച് നടക്കുന്നു. രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ കളക്ടറേറ്റ് മാർച്ച് നടക്കുക എന്നുള്ളതാണ് നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ് ഈ ഒരു മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രക്ഷുബ്ധമായ സമരമായിരിക്കുമെന്നുള്ള വിവരമാണ് പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നടക്കം നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു കാര്യം, മുസ്ലിം യൂത്ത് ലീഗും ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം തലങ്ങളിൽ സമരാഗ്നി എന്ന പേരിൽ നാളെ ആരോഗ്യവകുപ്പിന്റെ പിടിപ്പുകേടിനെതിരെയുള്ള പ്രതിഷേധം ശക്തമാക്കുന്നു. നാളെ മുതലാണ് ഈ നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ പരിപാടിയെങ്കിൽ മറ്റൊരു കാര്യം, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് വ്യക്തമാക്കിയിട്ടുള്ളത് മന്ത്രിക്കെതിരെയുള്ള മിന്നൽ സമരം നടത്തുമെന്നുള്ളതാണ്. വഴിയിൽ തടയുന്നതടക്കമുള്ള കരിങ്കൊടി പ്രതിഷേധമടക്കമുള്ള ശക്തമായ പ്രതിഷേധങ്ങൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ അരങ്ങേറുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ BJPയും ഈ വിഷയത്തിൽ സമരം ശക്തമാക്കുകയാണ്. ഇന്ന് BJP സംസ്ഥാന വ്യാപകമായി വിവിധ ആശുപത്രികൾക്ക് മുൻപിൽ അവരുടെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. കോഴിക്കോട് മാത്രം 3 ജില്ലാ കമ്മിറ്റികളുടെ, കോഴിക്കോട് BJPക്ക് സംഘടനാ ജില്ലകൾ 3ആണ്. BJP കോഴിക്കോട് സിറ്റി ജില്ല, റൂറൽ ജില്ല, ഒപ്പം തന്നെ നോർത്ത് ജില്ല തുടങ്ങിയ 3 ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും കോഴിക്കോട് ജില്ലയിൽ വിവിധ ആശുപത്രികൾക്ക് കീഴിൽ വലിയ പ്രതിഷേധമാണ് അവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. താമരശ്ശേരി ആശുപത്രിക്ക് മുൻപിൽ നടക്കുന്ന പ്രതിഷേധം BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് ബീച്ച് ആശുപത്രിക്ക് മുൻപിലേക്ക് പ്രതിഷേധമുണ്ട്. വടകരയിലെ ജില്ലാ ആശുപത്രിക്ക് മുൻപിലേക്കും പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിനു പുറമെയാണ് നേരത്തെ KPCC പ്രഖ്യാപിച്ചിട്ടുള്ള സമരങ്ങൾ, അത് തുടരും. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വിവിധ താലൂക്ക് ആശുപത്രികളുടെ മുൻപിലുള്ള സമരം വരുന്ന ദിവസങ്ങളിൽ അരങ്ങേറാനിരിക്കുകയാണ്. അങ്ങനെ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജിക്കായുള്ള മുറവിളി ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ ഈ ഒരു സമരത്തെ പ്രതിരോധിക്കുമെന്ന് DYFI പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഇത്തരം സമരങ്ങളെ പ്രതിരോധിക്കാൻ DYFI രംഗത്തിറങ്ങും എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ DYFI കൂടി ഈ തെരുവിലേക്ക് ഈ സമരങ്ങളെ തടയാൻ ഇറങ്ങുകയാണെങ്കിൽ കേരളം സമര പ്രക്ഷുബ്ധമാകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് കാണാനാകുക. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നു. ഒപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ഏറെ അകലെയല്ലാതെ വരുന്ന ഒരു സാഹചര്യം. ഇത്തരം സാഹചര്യത്തിൽ ഈ ഒരു വിഷയത്തിലൂന്നിയുള്ള പ്രതിഷേധം, സമരം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. അതിനെ പ്രതിരോധിക്കാനുള്ള സമരവുമായി DYFIയും രംഗത്ത് വരുന്നതോടുകൂടി കേരളത്തിന്റെ തെരുവീതികൾ സമര കോലാഹലങ്ങളാൽ നിറയും എന്നുള്ള കാര്യം ഉറപ്പാണ് ആതിര. തീർച്ചയായിട്ടും റിയാസ്, പ്രതിഷേധം ആളിക്കത്തുകയാണ്. സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണം, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷമടക്കം ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ പ്രതിഷേധം തുടരാൻ തന്നെയാണോ പ്രതിപക്ഷത്തിന്റെ തീരുമാനം? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്?
തീർച്ചയായും പ്രതിപക്ഷ സംഘടനകളിലെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത് ഇത് കേവലം ഒരു പതിവ് രീതിയിലുള്ള സമരമായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ വിഷയത്തിലുള്ള വാർത്തകളോ അല്ലെങ്കിൽ അതിന്റെ വാർത്താ പ്രാധാന്യം കുറയുന്നത് വരെയുള്ള സമര രീതികളായിരുന്നു പൊതുവെ നമ്മൾ കാണുന്നതെങ്കിൽ ഇത്തവണത്തെ ഈ സമരം, പ്രത്യേകിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ഒരു സ്ത്രീ മരിക്കാനിടയായ സാഹചര്യം, ഒപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനാസ്ഥ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമം അടക്കമുള്ള ചികിത്സാ പിഴവുകൾ അടക്കമുള്ള വിഷയങ്ങൾ, ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെയും കൃത്യമായ അവിടെ ചികിത്സാ സംവിധാനങ്ങളില്ലാത്തതിന്റെ അപര്യാപ്തത, ഇങ്ങനെ കേരളത്തിലുടനീളമുള്ള ആലപ്പുഴ മെഡിക്കൽ കോളേജ് അടക്കമുള്ള വയനാട് കൃത്യമായ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത പ്രശ്നം, കാസർഗോഡ് കൃത്യമായ മെഡിക്കൽ കോളേജ് ഇല്ലാത്ത പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളെല്ലാം തന്നെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസ് യൂത്ത് ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും വലിയ പിന്തുണ അതിന് വരുമ്പോൾ UDF ഇത് വലിയൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ ആരോഗ്യരംഗത്തെ വിഷയത്തെ എടുക്കുകയാണ്. സർക്കാരിനെതിരെ അടിക്കാനുള്ള വലിയ വടിയായി, പ്രതിപക്ഷത്തിനുള്ള അവസരമായി കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട അപകടത്തെ തുടർന്ന് ഒരു സ്ത്രീ മരിച്ച വിഷയവും ഒപ്പം തന്നെ ആരോഗ്യരംഗത്തെ അനാസ്ഥയടക്കമുള്ള കാര്യങ്ങളും വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സമരം തുടരും എന്നുള്ളതാണ് പ്രതിപക്ഷം അറിയിക്കുന്നത്. ശരി, റിയാസ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രിക്ക് നേരെ കരിങ്കൊടി കാട്ടി. മന്ത്രിയെ തടയുന്നതടക്കമുള്ള മിന്നൽ സമരത്തിനൊരുങ്ങി മുസ്ലിം യൂത്ത് ലീഗ്. അതേസമയം മന്ത്രിക്ക് പ്രതിരോധം തീർക്കാൻ DYFIയും രംഗത്തെത്തുന്നതോടെ കേരളം സമരപ്രക്ഷുബ്ധമാകും.